മെറ്റാ ഹ്യൂമൻ. മെറ്റ എന്ന വാക്ക് ഇന്ന് ആർക്കും അന്യമല്ല. നമ്മളെല്ലാവരും മെറ്റ AI ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ പാരന്റ് കമ്പനിയുടെ പേര് തന്നെ മെറ്റ എന്നാണ്. മെറ്റാവേഴ്സും മെറ്റാ ഹ്യൂമനും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ടെക്നോളജി ഇൻബിൽറ്റ് ഹ്യൂമനെ പറ്റി ചിന്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അയാളുടെ ആയുർദൈർഘ്യം കൂടും, ആരോഗ്യം കൂടും, കേപ്പബിലിറ്റീസ് കൂടും. കാരണം ടെക്നോളജി അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, അയാളുടെ ബോഡി ഫങ്ഷൻസിനെ സഹായിക്കുന്നുണ്ട്. ഇനി ടെക്നോളജിയുടെ സഹായം ഇല്ലാതെ തന്നെ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടറിന് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ട്രെയിനിങ് കൊണ്ട് ഒരുപാട് അനന്തമായ സാധ്യതകൾ ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ ഈ ഹ്യൂമൻ കമ്പ്യൂട്ടറിനെ തന്നെ നന്നായിട്ട് പ്രവർത്തിപ്പിച്ച് അനന്തമായ സാധ്യതകൾ നേടുമ്പോഴാണ് ഒരു മനുഷ്യൻ ബിയോണ്ട് ഹ്യൂമൻ അഥവാ മെറ്റാ ഹ്യൂമൻ ആയി മാറുന്നത്. യു ആർ കേപ്പബിൾ ടു ബിക്കം എ മെറ്റാ ഹ്യൂമൻ.